ഹായ്, നമ്മളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ. പക്ഷെ ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന കാര്യം, നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണ്, നിർബന്ധമായും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സുകൾ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കൃത്യമായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ വരാനും അത് വളരെയധികം ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ല, യൂട്യൂബ് തന്നെ ആ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് അധിക സമയത്ത് നമ്മൾ യൂട്യൂബ് കാണുന്ന ആളുകളാണല്ലേ. പക്ഷേ നമ്മൾ യൂട്യൂബ് കാണുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ബട്ടൺ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം യൂട്യൂബ് നമ്മൾ ഇന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള സെറ്റിംഗ്സിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കൃത്യമായി ചെയ്ത് വെക്കേണ്ട സെറ്റിംഗ്സുകളുണ്ട്. അത് യൂട്യൂബിലല്ല, നമുക്ക് ഈ സെറ്റിംഗ്സിൽ തന്നെയാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ അതിനായി നമ്മൾ സെറ്റിംഗ്സിന്റെ ഗിയർ ഐക്കൺ ഉണ്ടല്ലോ, ആ ഗിയർ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഗിയർ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമുക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ കാണാൻ സാധിക്കും. ആ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി കാണുന്നുണ്ട്. ആ ഇമെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ എറോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് നമ്മുടെ ഏത് മെയിൽ ഐ ഡിയാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂട്യൂബിൽ ഉപയോഗിക്കുന്നത് ആ ഇമെയിൽ ഐ ഡി വേണം നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ. ഞാനിവിടെ ഏറ്റവും മുകളിൽ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഡാറ്റ ആൻഡ് പ്രൈവസി. ആ ഡാറ്റ ആൻഡ് പ്രൈവസിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ ഡാറ്റ പ്രൈവസിന്റെ ഓപ്ഷൻസ് ഒക്കെ കാണുന്നുണ്ട്. താഴേക്ക് നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ ഡാറ്റ പ്രൈവസി ആണ് വരുന്നത്. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ ഇവിടെ താഴെ കാണുന്നത്. അതിന്റെ താഴെയായിട്ട് ഗൂഗിൾ പ്ലേന്റെ തൊട്ട താഴെയായിട്ട് ഇവിടേക്ക് വരുന്ന ഒരു ഓപ്ഷനാണ് യൂട്യൂബ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഈ യൂട്യൂബ് ഹിസ്റ്ററി നമുക്ക് ഇവിടെ ഓൺ ആണ് കിടക്കുന്നത്. യൂട്യൂബ് ഹിസ്റ്ററി ഓൺ ആണ്. ഓൺ ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബ് ഹിസ്റ്ററി ഓൺ ആണ്. ഈ യൂട്യൂബ് ഹിസ്റ്ററി ഓൺ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഹിസ്റ്ററിയും അത് യൂട്യൂബ് സേവ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ താഴേക്ക് നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും താഴേക്ക് വരുമ്പം ഇവിടെ കണ്ടില്ലേ നമ്മുടെ ഹിസ്റ്ററി ഒക്കെ സേവ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആരെങ്കിലും നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ഇതിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് പാസ്വേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തമ്പ് വെച്ചിട്ടോ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. കാരണം മറ്റാരെങ്കിലും നിങ്ങളുടെ ഫോൺ എടുത്ത് യൂട്യൂബ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ ആക്ടിവിറ്റി നോക്കാൻ സമയത്ത് നിങ്ങൾക്ക് തമ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ റിക്വയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതിന്റെ താഴെ ഡോണ്ട് റിക്വയർ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, റിക്വയർ വെരിഫിക്കേഷനിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ തമ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം സെറ്റ് ചെയ്യാൻ പറ്റും. അത് വളരെയധികം സെക്യൂർ ആണ്. കാരണം മറ്റുള്ള ആളുകൾ നിങ്ങളുടെ യൂട്യൂബിൽ കയറിയിട്ട് എന്തെല്ലാം കണ്ടെന്നുള്ള അവർക്ക് മനസ്സിലാക്കാതിരിക്കാൻ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് തമ്പ് കൊടുത്തു. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ ഹിസ്റ്ററി മൊത്തം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാരണം ഇവിടെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു. കാരണം ഇവിടെ കണ്ടില്ല, ഇന്ന് ഞാൻ കണ്ടിരിക്കുന്ന യൂട്യൂബിൽ കണ്ടിരിക്കുന്ന ഞാൻ സെർച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം കണ്ട എന്തെല്ലാം വീഡിയോസ് ഉണ്ട്, അത് എന്തിന് റിലേറ്റഡ് ആണ്, അത് എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഞാൻ പിന്നെയും കാണുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും നമ്മുടെ ഫോൺ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഈ നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ടേസ്റ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളാണോ കാണുന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതേപോലെ തന്നെ ഇത് ഗൂഗിളും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഗൂഗിളിനും അത് മനസ്സിലാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഡിലീറ്റ് ഡേ, ഒരു ദിവസം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ഓൾ ടൈം, എല്ലാ കാലത്തേക്കുള്ള നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഡിലീറ്റ് ഓൾ ടൈമിൽ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെ നമ്മൾ കണ്ട കാര്യങ്ങളൊന്നും ആരും കാണരുത് എന്നുള്ളതാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. ഒരു ദിവസം വെച്ചിട്ട് ഒരു ദിവസത്തേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഡിലീറ്റ് ടുഡേ, ഇന്നത്തെ മാത്രം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഹിസ്റ്ററികൾ മൊത്തം നമ്മൾ യൂട്യൂബ് ഗൂഗിളിൽ അയച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതുവഴി നമുക്ക് എന്തെല്ലാം താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ള അവർ അറിഞ്ഞിട്ട് അതിന് അനുസൃതമായിട്ടുള്ള പരസ്യങ്ങളാണ് നമുക്ക് പലപ്പോഴും അവർ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡിലീറ്റ് ഓപ്ഷനിൽ മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതായത് നമുക്ക് നിർബന്ധമായിട്ടും നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് എല്ലായ്പ്പോഴും ഓർമ്മയുണ്ടാവില്ല ഡിലീറ്റ് ചെയ്യാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നമുക്ക് ആ ഡിലീറ്റ് ഓപ്ഷൻ കണ്ടില്ല, അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഓട്ടോ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 മാസം കൂടുമ്പം അല്ലെങ്കിൽ 6 മാസം കൂടുന്ന സമയത്ത് ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടി നല്ലതാണ്. കാരണം നമുക്ക് ചില സമയത്ത് ഇത് വിട്ടുപോകും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും കുറവ് വരുന്ന മാസങ്ങൾ നോക്കിയിട്ട് ഒരു 3 months ആണ് വരുന്നത്, ആ 3 monthsലേക്ക് സെറ്റ് ചെയ്തിട്ട് ചെയ്യാനും സാധിക്കും.